ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ജോബ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ സജഷൻ എനിക്ക് കിട്ടുന്നത് എൻ്റെ ലാസ്റ്റ് വീക്കിൽ ചെയ്ത വീഡിയോയുടെ താഴത്തു നിന്നുള്ള കമൻറ്റിൽ നിന്നാണ്. പലർക്കും ഈ റിലേഷൻഷിപ്പ് തന്നെ പറഞ്ഞ് മടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് ടോപ്പിക്ക് വേണ്ടത് എങ്കിൽ താഴത്ത് കമൻ്റായിട്ട് അറിയിക്കുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ജോബ് മാനിഫെസ്റ്റേഷൻ. ആദ്യം തന്നെ എന്ത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ചില ആളുകൾക്ക് ഉണ്ടാകത്തില്ല, ഇല്ലാത്ത ആളുകൾ അത് ഉണ്ടാക്കുക. എന്ത് ജോലി ഞാൻ ചെയ്യണം, എങ്ങനെ ഞാൻ സമ്പാദിക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഓൾറെഡി തീരുമാനമുള്ള ആളുകൾക്കും ടെൻഷൻ ഉണ്ടാവും, ഇതെങ്ങനെ മാനിഫെസ്റ്റ് ആകും എന്നുള്ളതൊക്കെ. അപ്പോൾ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു IT എംപ്ലോയി, ഇങ്ങനെ പല രീതിയിലായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ടാവും അല്ലേ? അത്തരത്തിൽ ഉള്ള ഒരു ഫോട്ടോ, ഇപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ എൻജിനീയർ ആയിക്കോട്ടെ, ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് തല വെട്ടി മാറ്റുക. മെയിലാണെങ്കിൽ മെയിലിൻ്റെ, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ. എന്നിട്ട് ഫോട്ടോഷോപ്പിൽ നിങ്ങളുടെ തല വെച്ചിട്ട് അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ആക്കിയിട്ട് നിങ്ങൾ വെക്കുക. ഇനി നിങ്ങൾക്ക് തന്നെ അത്തരത്തിലുള്ള കോസ്റ്റ്യൂം അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കോസ്റ്റ്യൂം അറേഞ്ച് ചെയ്തിട്ട് അതിലൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വാട്സപ്പിൻ്റെ DP ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ബിസിനസ് എന്ന് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം, ഇപ്പോൾ ഒരു കഫേ ആണെങ്കിൽ ഒരു കഫേയുടെ, അല്ല ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഇൻറ്റീരിയൽ പരിപാടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈന് നിങ്ങളുടെ DP ആയിട്ട് വെക്കുക. മീൻസ് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന രീതിയിൽ. ഓക്കെ, അത് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ക്ലാരിറ്റി കൊടുക്കാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ സ്പീഡപ്പ് ആയിരിക്കും. ഇതിന് വേണമെങ്കിൽ വിഷൻ ബോർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ നമ്മൾ ചാർട്ടിലൊക്കെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെക്കുക, അത് ഡെയിലി രാവിലെ നോക്കുക, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഒക്കെ സിമ്പിളായിട്ട് ഫോണിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ എൻ്റെ ഗോൾസാണ് ഞാൻ ആദ്യം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്, അതിൻ്റെ ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ആ ജോബ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ മുൻകൂറായിട്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് പറയുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. താങ്ക് യു ഗോഡ്. അതെന്ത് ജോലിയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുക. ഇപ്പോൾ SI പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് SI ആകാൻ സാധിച്ചതിൽ, സബ് ഇൻസ്പെക്ടർ ആകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയും സന്തോഷമുണ്ട്, താങ്ക് യു ഗോഡ് എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഒരു ഡോക്ടർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഡോക്ടർ ആകാനും ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനും എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനും സന്തോഷവാനുമാണ്, താങ്ക് യു ഗോഡ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത്. എഴുതുകയാണെങ്കിൽ ഒരു 10 തവണയ്ക്ക് എഴുതിയാൽ മതി. പറയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് തവണ റിപ്പീറ്റ് ചെയ്യുക രാത്രി കിടക്കുന്ന സമയത്ത്. മനസ്സിലായോ? ഇനി ബിസിനസ് ആണെങ്കിൽ, ഇന്ന കഫേ എനിക്ക് തുടങ്ങാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ അത് തുടങ്ങാൻ സാധിച്ചതിൽ നന്ദിയുള്ളവനും സന്തോഷവാനുമാണെന്ന് എഴുതുക. എഴുതുകയാണെങ്കിൽ 10 തവണ രാത്രി. ഇനി പറയുകയാണെങ്കിൽ 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പറയുക. വളരെ സിമ്പിളല്ലേ? ആദ്യം ഞാൻ പറഞ്ഞത് ഫോണിൽ ഡിസ്പ്ലേ ഇടുന്ന കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് ഈ ഞാൻ പറഞ്ഞ ഒരു അഫർമേഷൻ നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ പറയുക അല്ലെങ്കിൽ എഴുതുക. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ പവർഫുള്ളാണ്. കാരണം വേർഡ്സിനേക്കാൾ പവർഫുള്ളാണ് ഫീലിങ്സിന്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ
ചിത്രവൽക്കരിക്കുക, അല്ലെങ്കിൽ സിനിമ പോലെ കാണുക, അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇങ്ങനെ കാണുക. അത് വിത്ത് മാക്സിമം ഫീലിങ്ങോട് കൂടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പൊസിഷനിൽ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, നിങ്ങളൊരു ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയൊരു ജോലിയാണ്. ആ ഫീലിങ്ങോടുകൂടി അത് ഈ സമയം ഇപ്പോൾ ചെയ്യുന്നതായിട്ട് മനസ്സിലിങ്ങനെ കാണുക. ശമ്പളം മേടിക്കുന്നു, ആ ശമ്പളം കിട്ടുമ്പോഴുള്ള സന്തോഷം, ആ ശമ്പളം കിട്ടിയതിന് ശേഷം നിങ്ങളത് സ്പെൻഡ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടുന്നതായിട്ടൊക്കെ മനസ്സിൽ നന്നായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. അത് മാക്സിമം ഫീൽ ചെയ്യുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ജോലി കിട്ടുന്നതും ആ പൊസിഷനിൽ ഇരിക്കുന്നതും ഒക്കെ കാണാം. എപ്പോഴും നല്ലത് എൻഡ് റിസൾട്ട് കാണുന്ന, ആ ജോലി ചെയ്യുന്നതായിട്ട് കാണുകയാണ് നല്ലത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുകയും അത് മാക്സിമം ഫീൽ ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാസം ശമ്പളം മേടിക്കുന്നതായിട്ട് വിഷ്വൽ ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടുന്നതായിട്ട് അങ്ങനെയൊക്കെ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം വിഷ്വലൈസേഷൻ ചെയ്യാം. അതുവഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ജോബ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ ഇന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് ഫോണിൽ ഡിസ്പ്ലേ ഇടുന്ന കാര്യം. രണ്ടാമത് രാത്രി കിടക്കുന്ന സമയത്ത് എഴുതുകയോ പറയുകയോ ചെയ്യുന്ന ഒരു അഫർമേഷൻ ഞാൻ പറഞ്ഞു തന്നു. മൂന്നാമത് അത് മാക്സിമം വിഷ്വൽ ചെയ്യുക, അത് കാണുന്ന സമയത്ത് മാക്സിമം ഫീൽ ചെയ്യുക നിങ്ങളുടെ 5 സെൻസസ് കൊണ്ട്. തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് ഒരു 21 ദിവസം 30 ദിവസം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ പോലും അറിയാതെ എന്നുള്ളത് ജസ്റ്റ് ഞാനൊരു ഇതിനു വേണ്ടി പറഞ്ഞതാണ്. മീൻസ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ദൈവം കാണിച്ചു തരും. ആക്ഷൻ എടുക്കാനുള്ള പുഷ് നിങ്ങളുടെ അകത്ത് നിന്നും ഉണ്ടാവും. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തുകയാണ്. പിന്നെ അവിടെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആ പൊസിഷനിൽ എത്തിയിരിക്കും. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ വശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഡെയിലി നിങ്ങളെ ഓരോരോ ടെക്നിക്കുകൾ തന്ന് ഗൈഡ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. 21 ദിവസത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. സൂപ്പറായിട്ട് നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള പോംവഴികൾ പറയുന്നുണ്ട്. ഈസിയാണ്, എളുപ്പമാണ്. അത് ചെയ്യുന്നതിലൂടെ അധികമൊന്നും കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ എത്താനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അവർ തരും. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.